വേണ്ടപ്പെട്ട ആളെ തോന്നുന്നത് ജസ്റ്റ് നോക്കാനാ, കാരണമല്ല സംശയം. ഹലോ ചേട്ടാ ഒന്ന് ചേട്ടനാ ഹലോ ചങ്ക് ബ്രോളെ, ഞാൻ പൊന്നാനി പോയിട്ട് വരാണ്. ഒരു ഷൂട്ട് കഴിഞ്ഞിട്ട് വരാണ്. ഞാൻ പൊന്നാനി പോയിട്ട് ഇങ്ങനെ ഹൈവേ കയറി വരുമ്പോ സർവീസ് റോട്ടില് ഞാനൊരു വ്യക്തിയെ കണ്ടു. പക്ഷെ ആ വ്യക്തിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ട്. രൂപത്തിലും ഭാവത്തിലും ഒക്കെ ഒരുപാട് മാറ്റം. ഞാൻ കാണുമ്പോ വളരെ വണ്ണം കുറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ആ വ്യക്തി ഒരുപാട് മാറ്റായി. പക്ഷെ ബാക്കിന് കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി നമ്മുടെ ആളാ പോണെന്നുള്ളത്. കാരണത്തില് അന്നും ആളെ ശ്രദ്ധിക്കപ്പെടാനും ആളിലേക്ക് ആകർഷിക്കാനും എന്റെ കാരണം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആളെ കാണാം. അതോ ഒരുമിച്ചാണെങ്കിൽ ഇത് മനോജേട്ടൻ. കൊറോണയ്ക്ക് മുമ്പാണ് നമ്മ കണ്ടത്. കൊറോണയ്ക്ക് മുമ്പാണെന്ന് തോന്നുന്നു. ഈ വ്യക്തിയെ ആളെ കാണിക്കല. ഈ വ്യക്തിയെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയായിരുന്നു അന്നത്തെ കാലത്ത്. കാരണം സ്വന്തം അനിയനെ അല്ലെ, സ്വന്തം ചേട്ടനെ അന്വേഷിച്ച് നടക്കുന്ന ഒരു അനിയൻ. വീട് നഷ്ടപ്പെട്ട് കാരണന്മാരെ നഷ്ടപ്പെട്ട് എല്ലാം പോയപ്പോ മാറ്റങ്ങൾ വന്നു. ഇപ്പൊ വളരെ എന്താ പറയാ, തടി കൂടി, വയറ് കൂടി, എന്തൊക്കെ തന്നെ ആയാലും ആ നിഷ്കളങ്കമായ ചിരിയുണ്ട് അല്ലെ. ആ ചിരിയാണ് നമ്മുടെ എന്താ പറയാ, ആളെ തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന ചിരിയാണ് അല്ലെ. പറഞ്ഞു ചേട്ടാ എത്ര വയസ്സായപ്പോ? എനിക്ക് ഞാൻ 1968 ജനിച്ചത്. 1968 ജനിച്ചപ്പോ ഇപ്പൊ എത്ര വയസ്സുണ്ടാവും? 58, 59 അങ്ങനെ വയസ്സായി. ഇപ്പോഴും ചേട്ടനെ കണ്ടിട്ടില്ല അല്ലെ. ചേട്ടൻ കണ്ടെത്താൻ വേണ്ടി നടക്കാണ്. അപ്പൊ ഒരു ചേട്ടനൊക്കെ കണ്ടെത്താൻ വേണ്ടി ഇപ്പൊ എത്ര വർഷം നടക്കണേ? കുറെ വർഷങ്ങൾ. ഉദ്ദേശം ഒരു 10-15 വർഷമായി. 15 വർഷത്തിനും മേലായിട്ട് ഒരു കൂടപ്പറപ്പിൽ അന്വേഷിച്ചടക്കാണ്. അപ്പൊ അതിനിടയ്ക്ക് ഒരാളെ ID കാർഡ് കൊണ്ടു കൊടുത്തു. അത് മുഖാന്തരം തിരുവനന്തപുരത്ത് അന്വേഷിച്ചിട്ട് ആളെ കിട്ടിയിട്ടില്ല. പക്ഷെ ആളിപ്പോഴും അലച്ചിൽ തന്നെയാണ്. പക്ഷെ ദയനീയമായ അവസ്ഥയാണ്. ഇനിയിപ്പൊ ഈ കഥയിൽ സത്യമുണ്ടോ സത്യമില്ലേ എന്നുള്ളതൊന്നല്ല. ഒരു പാവപ്പെട്ട മനുഷ്യൻ, നിഷ്കളങ്കമായ ചിറി. നിങ്ങൾ വഴിയോരങ്ങളിൽ എവിടെയെങ്കിലും കാണുമ്പോ അദ്ദേഹത്തിന് എന്തെങ്കിലും കൊടുക്ക് അല്ലേ, ഭക്ഷണം കഴിച്ചോട്ടെ, പാവം. കാരണം ഇനി അത് തന്നെയാണോ കഥ, അത് മാനസികമായിട്ട് മറ്റു പ്രശ്നങ്ങളാണോ നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും അദ്ദേഹം അലച്ചലിലാണ്. അലച്ചിൽ വളരെ നിഷ്കളങ്കമായിട്ടുള്ള ആ ഒരു ചിരിയും കഥ സത്യങ്ങളുണ്ട്. കാര്യത്തില് അന്ന് പറഞ്ഞ അതേ കഥയാണ് ഇപ്പോഴും പറഞ്ഞത്. എന്നെ കണ്ട ഓർമ്മ അദ്ദേഹത്തിനുണ്ടെന്നല്ലേ പറഞ്ഞല്ലേ അവിടെ വിളിച്ച് കണ്ടത്. എന്നെ കണ്ടതൊക്കെ ഓർമ്മ ഉണ്ട്. അപ്പൊ ഓർമ്മക്കുറവ് ബുദ്ധിക്കുറവില്ല. എനിക്കും മാറ്റമുണ്ട്, ആൾക്കും മാറ്റമുണ്ട്. അപ്പോ വണ്ടി നിർത്ത എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്ക. അപ്പൊ എന്താ പറയാനുള്ളത്? പറയാനൊന്നുമില്ല, അത്രേ ഉള്ളു. പറയാനൊന്നുമില്ല. പഴയ ബാഗ്, കൊട, വടി അല്ലേ, നടക്കാൻ വയ്യ, മരിച്ചാൽ മതി എന്നൊക്കെ ആഗ്രഹം അല്ലേ. എനിക്ക് ജീവിച്ചിരിക്കാൻ തോന്നിയില്ല. ഒരുപാട് രാവിലെ അടിച്ചിട്ട് ഭയങ്കര തലച്ചൂടായിപ്പോ. എനിക്ക് എന്ത് ചെയ്യാ, ഇങ്ങനെ ഒരു ഇതായി പോയല്ലോ. ആള് 10-20 സെന്റ് സ്ഥലമുണ്ട് കേട്ടോ. ആര് ചോദിച്ചാലും അവിടുത്തെ പഞ്ചായത്ത് പറയുന്നത് ഞങ്ങളെല്ലാ ആധാറുകളും എല്ലാം കൊടുത്തതാണ്. തഹസിൽദാർ ഓഫീസിൽ പോകുമ്പോൾ അവർ പറഞ്ഞ് അയാൾ പോയിട്ട് നോക്കി, പഞ്ചായത്തിലെ ഓഫീസ് അയാൾ പോയി നോക്കുമ്പോഴേ അതിന്റെ ഇതൊക്കെ അവിടെ തോന്നുന്നു. ചേട്ടന്റെ ആധാരല്ല, വീടിന്റെ ആധാരങ്ങളൊക്കെ അവിടുത്തെ എവിടെയാണ്. അത് ശരിക്കും കൊടുത്ത വീടാണ്. താമസിക്കുന്ന വീട് സ്ഥലമൊക്കെ ഏകദേശം നഷ്ടപ്പെട്ടു പോയപ്പോ തെളിവില്ലാന്നും പറഞ്ഞിട്ട് അല്ലേ, അതൊന്നും ഇല്ല. അപ്പൊ ഉള്ള വീട്ടിൽ നിന്ന് ഇറങ്ങി അവൻ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. പക്ഷെ നമ്മൾ ദിനംപ്രതി ഒരുപാട് ആളുകളെ കാണുന്നതാണ്, ഒരുപാട് പേര് പെരുമാറുന്നതാണ്.
ചിരിച്ചുകൊണ്ട് ചതിക്കുന്നവരെ കാണുന്നതാണ്. പക്ഷെ നിങ്ങൾക്ക് ഒന്നും വേണ്ട, നമ്മുടെ കയ്യിൽ പൈസ വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ അദ്ദേഹത്തിന്റെ ആ നിഷ്കളങ്കമായ ചിരിയിലും എന്തെങ്കിലുമൊക്കെ സത്യം ഉണ്ടെന്ന് നമുക്ക് തോന്നാണ്. അത് നമുക്ക് ആകുന്ന എന്തെങ്കിലും ചെറുതരും എന്ത് 5 രൂപ 10 രൂപ കൊടുത്താലും അദ്ദേഹത്തിന് രാത്രി ഭക്ഷണം കഴിക്കാനും പൈസ മാറും. അപ്പൊ ദൈവം അനുഗ്രഹിക്കട്ടെ ആ. അപ്പൊ എല്ലാം ശരിയാവും ആ. അപ്പൊ ജീവിതത്തിൽ സന്തോഷങ്ങളാണ്, കാരണം നമുക്ക് കണ്ടുമുട്ടാണ്, മനസ്സിലായില്ലേ? അത് സന്തോഷം അല്ലേ? അങ്ങനെ സന്തോഷം ഉണ്ടാ? സന്തോഷം ഉണ്ടാ? സത്യം പറയും. ആ, എനിക്ക് സന്തോഷായി. നമ്മ പരസ്പരം സംസാരിച്ചപ്പോ നമ്മ രണ്ടുപേരും സന്തോഷായില്ലേ? മനസ്സിന് വിഷമം കുറച്ച് കുറഞ്ഞില്ലേ? ഹാപ്പി ആയില്ലേ? അതാണ് ഒരാളെ കൊണ്ട് ചിരിപ്പിക്കാൻ പറ്റുക, അവർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുക. ഒരു നേരം എത്ര തിരക്കിട്ട് വീട്ടിൽ പോണ്, ഞാന് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു സിനിമയുടെ, കഴിഞ്ഞ് പോണ്. അത്രയും ക്ഷീണിച്ചിട്ട് നൈറ്റ് പണിയെടുത്ത് ക്ഷീണിച്ച അവസാനായിട്ട് പോലും ഒരാളെ കണ്ടപ്പോ സന്തോഷല്ലേ അതൊക്കെ ജീവിതത്തിൽ? അതെല്ലാം ഉണ്ടാവുള്ളോ, അത്ര ഉണ്ടാവുള്ളൂ ഞങ്ങളെ. അപ്പൊ നിങ്ങളുടെ തുടങ്ങാ എന്ത്, നിങ്ങളെ ആ സംഭവം എന്ത്, ആ പരിഹാസന ആ കലയാക്കല് അങ്ങോട്ട് തുടങ്ങുക. ഞങ്ങൾ ഈ പരിപാടി മുന്നോട്ട് പോകും ആ. ഞങ്ങൾക്ക് ഈ സന്തോഷം, ഞങ്ങൾക്ക് ഇതിലാണ് ആനന്ദം, ഞങ്ങളുടെ ലഹരി ഇതിലാണ് ട്ടാ. ഒരാളെ സന്തോഷിപ്പിക്കുക, പ്രയാസം അനുഭവിക്കുന്നവർക്ക് ചെറിയൊരു ആശ്വാസം നൽകുക. അപ്പൊ ഓക്കെ ബൈ ബൈ, സീ യു. ഒരു ടാറ്റ പറഞ്ഞല്ലോ ആലോചിക്കിട്ട്, ഒരു ടാറ്റ കൊടുത്ത എല്ലാവർക്കും ക്യാമറ നോക്കിട്ട്. ഓക്കെ ബൈ, സീ യു.